അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോന്നിരിക്കുകയാണ് കൊച്ചിയിലുള്ള ഓട്ടോ ടോർക്സിലേക്ക്. ഞാൻ കൊച്ചിയിലുള്ള ഓട്ടോ ടോർക്സിൽ നിന്നാണ് നമ്മുടെ TVS ഓണ് ഫുൾ PPF കോട്ടിങ് ചെയ്തിരുന്നത്. ഏകദേശം ഒരു 6 മാസം മേലെ. ഞാൻ വണ്ടി എടുത്ത് മെയ്യിലായിരുന്നു, മെയ് ലാസ്റ്റ് 29 സോ ഞാൻ ജൂൺ 1 തന്നെ, അതായത് വണ്ടി എടുത്തൊരു 3-ാമത്തെ ദിവസം തന്നെ ഞാൻ കൊണ്ടുവന്ന് PPF ചെയ്തു. അതാണ് ഏറ്റവും നല്ലത്. ഫുൾ ഞാൻ ചെയ്തു, ടാങ്ക് ചെയ്തു, ഹെഡ് ലാമ്പ് ചെയ്തു, മീറ്റർ ചെയ്തു, ബാക്ക് ഫെൻഡർ ചെയ്തു, സൈഡ് ഫെൻഡേഴ്സ് ചെയ്തു, അങ്ങനെ ഫുൾ PPF ചെയ്തിട്ട് ഇപ്പം ഏകദേശം 6 മാസത്തിൽ മേലെ ആയിരിക്കുകയാണ്. അപ്പം ആ ചെയ്ത ടൈമിൽ ഇവർ പറഞ്ഞത് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, നമുക്കത് ടേക്ക് കെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂർ ഡ്രൈവിൻ ബീച്ചിൽ വണ്ടി ഇറക്കിയ സമയത്തേക്ക് ഒരുപാട് മണ്ണും ചെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴുകിക്കളയാനായിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു കാർ വാഷ് സെൻറ്റർ കൊടുത്തപ്പോൾ അവർ കഴുകിയ കൊടുത്തത് നമ്മുടെ ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ അവിടുത്തെ PPF ഇച്ചിരി ഒന്ന് ഇളകി വന്നു. അതായത് ആ പ്രഷർ വാഷർ യൂസ് ചെയ്ത് കഴുകിയ സമയത്തേക്ക് ഇവർ ഓൾറെഡി അത് പറഞ്ഞിരുന്നു, പ്രഷർ വാഷർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. അത് നമ്മൾ സർവീസ് സെൻ്ററിലെ പയ്യന്മാരോട് പറഞ്ഞതാണ്. എന്നാലും അവരത് യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇളകി വന്നിരുന്നു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ കൈയും കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒട്ടിച്ച് വെക്കാൻ നോക്കിയെങ്കിലും പഴയ ആ ഒരു ഫിനിഷ് വന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് എന്തായാലും കൊച്ചി വഴിയാണ് എന്ന ദിവസം ഇവിടെ കയറി ചെയ്യാമെന്നുള്ള രീതിക്ക് ഞാൻ അശ്വിനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അശ്വിൻ പറഞ്ഞു കൊണ്ടുപോരും, നമുക്ക് നോക്കാമെന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോരുകയാണ് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തന്നെ വണ്ടി അവർ വാഷ് ചെയ്തു, പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ആ ഒരു ഫ്രണ്ട് മഡ് ഗാർഡിൽ ഒട്ടിച്ചിരുന്ന എൻ്റയർ പീസ് എനിക്ക് അവർ റീപ്ലേസ് ചെയ്ത് തന്നു. എൻ്റെ ഒരു പൈസ പോലും അതിനെ അവർ ചാർജും ചെയ്തില്ല. അതെനിക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ വിചാരിച്ചത് അവരത് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് എന്തെങ്കിലും ചെയ്ത് ഒട്ടിക്കുമെന്നായിരുന്നു. പക്ഷേ അവരത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് പുതിയ പീസാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഒരു പുതിയ PPF ചെയ്ത അതേ ഫലം എനിക്ക് ആ ഫ്രണ്ട് മഡ് ഗാർഡിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇതെടുത്ത സമയത്തും അവരെന്നോട് പറഞ്ഞിരുന്ന കാര്യമാണ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ഡാമേജസ് വരികയാണെന്നുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സെക്കൻഡ് ബൈക്ക്, അതായത് സഗീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഈ കാണുന്ന ബ്ലാക്ക് റോണിനാണ്. നമ്മുടെ കോട്ടയം TVSലെ ബിറ്റോ സാറിൻ്റെ സ്വന്തം വണ്ടിയാണിത്. അപ്പം ഞാൻ PPF ചെയ്ത് കണ്ടപ്പോൾ സാറിന് ഒരു ആഗ്രഹം തോന്നി, സാറിന് വണ്ടി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്നോട് കുറേ കാലമായിട്ട് അതിങ്ങനെ പറയുകയും ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ എന്തായാലും പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ കയറുമെന്ന് അറിഞ്ഞപ്പോൾ സാറും ഇത് PPF ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പം ഇന്ന് ഞങ്ങൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓട്ടോ ടോർക്സിൽ വന്നിരിക്കുന്നത്. എൻ്റെ വണ്ടിയുടെ മെയിൻ്റനൻസ് ചെയ്തു, കൂടെ സാറിൻ്റെ ഈ ഒരു ബ്ലാക്ക് റോണിൻ നമ്മൾ ഫുള്ളി 5 ഇയർ വാറൻറ്റിയോട് കൂടി വരുന്ന PPF കവർ ചെയ്തിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ചില ആളുകളിൽ കണ്ട ഒരു സംശയം, അല്ലെങ്കിൽ നമ്മളോട് വന്നിട്ട് ആളുകൾ ചോദിച്ച ഒരു സംശയമാണ്, ബ്രോ ഈ PPF ചെയ്തിട്ട് നമ്മൾ ഈ PPF പീൽ ഓഫ് ചെയ്യുന്ന സമയത്തേക്ക് പെയിൻറ്റിൽ ഇതിൻ്റെ പശ ഇരിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ എന്നുള്ളത്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് PPF തന്നെ നമുക്ക് പല ക്വാളിറ്റിയിലുള്ള പല ഗ്രേഡിലുള്ളത് വരുന്നുണ്ട്. അത് തന്നെ ഒട്ടിക്കുന്ന വിധം എന്ന് പറയുന്നത് പലതാണ്. അപ്പം നിങ്ങൾ നല്ല ഒരു ട്രസ്റ്റഡ് സ്ഥാപനത്തിൽ നിന്നും PPF അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പെയിൻറ്റിന് യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻറ്റും വരാനേ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ ടോർക്സിൽ വെച്ചത്. കാരണം ഇവർ വർഷങ്ങളോളം ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ദേ നോ ഹൗ ടു ഫിക്സ് ദാറ്റ്, ദേ നോ ഹൗ ടു അപ്ലൈ ദാറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും കൂടാണ്ട് അവരുടെ വണ്ടി ഏൽപ്പിക്കാൻ പറ്റും. PPF എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് PPFിലേക്ക്. അപ്പോൾ അതെന്തായാലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരു ചീപ്പ് ഓപ്ഷൻ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ പൈസ ചിലവ് വരില്ല. പക്ഷേ പിന്നീട് അതൊന്ന് മാറ്റി റീപ്ലേസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിനൊക്കെ വാറണ്ടി ക്ലെയിം ചെയ്യുന്ന സമയത്തൊക്കെ ഒരിക്കലും കമ്പനിക്ക് ഈ ടാങ്ക് നമ്മൾ ഈ PPFോട് കൂടിയിട്ട് അയച്ചു കൊടുക്കാനേ പറ്റില്ല, അവരത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഷോറൂമിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ പറയും PPF ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന്. അപ്പം നമ്മളത് റിമൂവ് ചെയ്യാനായിട്ട് കടയിൽ കൊടുക്കുന്ന സമയത്തേക്ക് ഈ കറക്റ്റായിട്ട് ഒട്ടിച്ചിരിക്കുന്ന PPF അല്ല, അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്വാളിറ്റിയിലുള്ള PPF അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പശപ്പ് നമ്മുടെ പെയിൻറ്റിലിരിക്കാനും പെയിൻറ്റ് ഡാമേജ് ആവാനും വരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും PPF ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് നല്ല ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു PPF തന്നെ നിങ്ങളുടെ വാഹനത്തിൽ അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് അതിൽ നിങ്ങൾ പൈസക്കുറവ് നോക്കി പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് തലവേദനയായിട്ട് മാറാനായിട്ട് വലിയൊരു ചാൻസ് ഉണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നീടുള്ളത് ഈ ഒരു മെയിൻ്റനൻസ്, അതായത് ഇത് ഒട്ടിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയാം. അതിപ്പം ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. നമ്മളൊരു പുതിയ വണ്ടി എടുത്താൽ ഷോറൂമിൽ എന്ന് പറയും കുറച്ച് കാലത്തേക്ക് നിങ്ങൾ അങ്ങനെ ഓടിക്കരുത്, ഇങ്ങനെ ഓടിക്കരുത്, അതൊന്നും ശ്രദ്ധിക്കണം, ഇതൊന്നും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ PPFിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം ആപ്ലിക്കബിൾ ആണ്. ഇതെടുത്ത് ഒരാഴ്ചയെങ്കിലും മിനിമം നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് ഇത് കഴുകാതിരിക്കുക. മാക്സിമം കൈകൊണ്ട് തന്നെ കഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രഷറിൽ വളരെ ശ്രദ്ധിച്ച് കഴുകുക. നമ്മൾ തന്നെ കഴുകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന അത്ര വേറെ ആരും ശ്രദ്ധിക്കില്ല നമ്മുടെ വണ്ടിയെ. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിരിക്കുക. പിന്നീട് ഏകദേശം
ഒരു 6 മാസം കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇളകിയിരിക്കുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരത് അതിൻ്റെ ഡാമേജ് നോക്കിയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ചെറിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരത് ചെയ്തു തരും. എന്തായാലും നോക്കിയിട്ടേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നീട് വരുന്നതാണ് ആക്സിഡൻറ്റ്. അതായത് നമ്മുടെ വണ്ടി PPF ചെയ്തിട്ട് ഒന്ന് ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 50% കോസ്റ്റിൽ അവർ ചെയ്തു തരും. അതായത് ഒരു ഫുള്ളി PPF ചെയ്യുന്നതിൻ്റെ ഒരു 50% കോസ്റ്റ്, അത് ഏത് പാട്ടാണോ നമുക്ക് ചെയ്യേണ്ടത് ആ പാട്ടിൻ്റെ 50% കോസ്റ്റിൽ അവർ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ ഓട്ടോ ടോക്സിൽ നിന്ന് PPF ചെയ്ത് കഴിഞ്ഞാൽ. പോരാത്തതിന് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് 10% ഡിസ്കൗണ്ട് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് ക്ലെയിം ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന PPFൻ്റെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഒരു 10% അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നതാണ്. അത് നൈസ് ഡിസ്കൗണ്ടാണ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത് നിങ്ങൾ മറക്കാണ്ട് ഓർമ്മയിൽ വെച്ചിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ കാര്യം കൂടെ പ്രത്യേകം എടുത്ത് പറയുക. അപ്പോൾ TVS റോണിനെ സംബന്ധിച്ച് നിങ്ങൾ PPF ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം 6 മാസത്തോളം ഈ വാഹനം ഉപയോഗിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് സ്ഥിരമായിട്ട് എൻ്റെ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ടാങ്ക് മാഗ്നറ്റ് ആണ്, സോ നമുക്കത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷനുമാണ് സ്റ്റോറേജിന് വേണ്ടി ഒരു മാഗ്നറ്റിക് ടാങ്ക് ബാഗ്. അപ്പം നോർമൽ ഒരു ബൈക്കിലാണ് നിങ്ങളൊരു മാഗ്നറ്റിക് ടാങ്ക് ബാഗ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ടെൻഷനിലായിരിക്കും. അതായത് ടാങ്ക് ബാഗിൻ്റെ അടി എപ്പോഴും നിങ്ങൾ വളരെ ക്ലീനായിട്ട് വെച്ചിരിക്കണം. ടാങ്കിൻ്റെ സർഫസ് നിങ്ങൾ വളരെ ക്ലീനായിട്ട് വെച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ടാങ്കിൻ്റെ സൈഡിൽ സ്ക്രാച്ചസ് വീണിരിക്കും. 100% എന്നെ ഷുവറാണ്. കാരണം മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാഗ്നറ്റ് വഴി ടൈറ്റ് ആയിട്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻസ് അടിച്ച് അത് സ്ക്രാച്ച് വരും. കാലക്രമേണ നിങ്ങളുടെ ടാങ്കിൻ്റെ ആ ടാങ്ക് ബാഗ് വെക്കുന്ന സ്ഥലത്ത് ഒരു കളർ മങ്ങൽ അഭംഗിയൊക്കെ വരും. PPF ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനില്ല. എത്ര ചള്ളയാണെങ്കിലും എത്ര ഡേർട്ടി ആയിട്ടുള്ള സാഹചര്യമാണെന്നുള്ളതും എനിക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ടാങ്ക് ബാഗ് എടുത്ത് ചുമ്മാ അതിൻ്റെ മണ്ടയ്ക്ക് വെക്കാം. വേണ്ടാത്തപ്പോൾ അത് ഊരിയെടുക്കുകയും ചെയ്യാം. എൻ്റെ പെയിൻറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം എന്തെങ്കിലും സ്ക്രാച്ചസോ എന്തെങ്കിലും ഡാമേജോ വന്നു കഴിഞ്ഞാൽ അതൊരു PPF ലെയറിൽ മാത്രമേ സംഭവിക്കുള്ളൂ. മാത്രമല്ല ഇതിന് സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ തന്നെ അത് ഹീൽ ചെയ്ത് പോകാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ PPF ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ ടോക്സുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അവിടെ അശ്വിനുണ്ട്. അശ്വിൻ നിങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ PPFനെ പറ്റിയിട്ട് കൺസൾട്ട് ചെയ്ത് തരുന്നതാണ്. പല ടൈപ്പ് PPF ഉണ്ട്, പല വാറണ്ടി ഡ്യൂറേഷനിൽ വരുന്ന PPF ഉണ്ട്. മെയിനായിട്ടും 2 ഇയറിൻ്റെയും 5 ഇയറിൻ്റെയും വാറണ്ടിയുള്ള PPFകളുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ ബഡ്ജറ്റിൽ പറ്റുന്ന രീതിക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം റോണിൻ തന്നെ ആവണമെന്നില്ല, ഏത് വാഹനം ഉപയോഗിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾക്ക് PPF ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ ടോക്സ് കൊച്ചിയെ കോൺടാക്ട് ചെയ്യുക. വളരെ നല്ല ക്വാളിറ്റി സർവീസാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷനിൽ ഒരാളുകൂടി വണ്ടിയിൽ PPF ചെയ്തിരിക്കുകയാണ്. അപ്പം തലവേദന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പുള്ളി എന്നെ ആയിരിക്കും തെറി വിളിക്കുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്തതിൽ ഒഴികെ പുള്ളി എൻ്റെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടാണ് ഇത് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കധികം പറയേണ്ടി വന്നില്ല എവിടെ നിന്നാണ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പോയ വഴിക്ക് ഇവിടെ കയറി ഒരു മെയിൻ്റനൻസ് ചെയ്തു. അപ്പം എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഇത് PPF ചെയ്യാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഒത്തിരി മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്. റോണിന് ഓണേഴ്സ് തന്നെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ബ്രോ എങ്ങനെയുണ്ട് PPF, എവിടെ നിന്നാണ് ചെയ്തത്, എത്ര രൂപയായി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെല്ലാം ഉള്ള ആൻസർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റ് റോണിൻ ഓണേഴ്സിനും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്ടോ ടോക്സ് കൊച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓട്ടോ ടോക്സ് കൊച്ചിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ അമ്പാട്ടുകാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതിൽ നമ്മുടെ കൊച്ചി മെട്രോ പില്ലർ 137 ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ ഷോപ്പുള്ളത്. നമുക്ക് ഈ ഒരു വഴി പോകുമ്പോഴത്തേക്ക് കാണാവുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വണ്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ്.